നമസ്കാരം. പരിസരബോധമില്ലാതെ എന്ത് നെറുകേടും വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്തവരാണ് ഗാന്ധി കുടുംബം എന്നുള്ളതിന് ഒരിക്കൽ കൂടി തെളിയിച്ച സംഭവമായിരുന്നു ഇന്നലെ നടന്നത്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നടത്തിയ വിവാദ പ്രസ്താവന ആളിക്കത്തുകയാണിപ്പോൾ. എന്നാൽ ഇതിന് കൃത്യമായ മറുപടി നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 10 കോടിയോളം വരുന്ന ആദിവാസി വിഭാഗത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ മോദി സ്വന്തം മാതൃഭാഷ ഒഡിയായിരുന്നിട്ട് കൂടി ഹിന്ദിയിൽ പ്രസംഗം നടത്തിയതിന് രാഷ്ട്രപതിയെ പ്രശംസിക്കുകയും ചെയ്തു. ഇത് രാജകുടുംബത്തിന്റെ അഹങ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സോണിയാഗാന്ധിക്കെതിരെ മാത്രമല്ല രാഹുലിനെതിരെയും മോദി വിമർശനം ഉന്നയിച്ചു. ഒഡീഷയിലെ വനങ്ങളിലെ ആദിവാസി കുടുംബത്തിൽ നിന്ന് വന്ന ദ്രൗപദി മുർമു ഇന്ന് അത്തരമൊരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അവരുടെ മാതൃഭാഷ ഹിന്ദിയല്ല, ഒഡിയയാണ്. അവർ കേട്ടു വളർന്നത് അതായിരുന്നുവെന്ന് മോദി ചൂണ്ടിക്കാട്ടി. എന്നിട്ടും രാഷ്ട്രപതി ഹിന്ദിയിൽ പ്രസംഗിച്ചതിനെ മോദി പുകഴ്ത്തുകയും ചെയ്തു. ഗാന്ധി കുടുംബത്തെ രാജകുടുംബം എന്നാണ് നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത്. ദരിദ്രർ, ദലിതർ, ആദിവാസികൾ, മറ്റ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവരിൽ നിന്ന് മുന്നേറുന്ന എല്ലാവരെയും അപമാനിക്കുന്നത് കോൺഗ്രസിന്റെ പൊതുവെയുള്ള ശീലമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. ആദിവാസി പുത്രി വിരസമായ പ്രസംഗമാണ് നടത്തിയതെന്ന് ഒരു രാജകുടുംബാംഗം പറഞ്ഞു. മറ്റൊരാൾ ഒരു പടി കൂടി മുന്നോട്ട് പോയി രാഷ്ട്രപതിയെ പാവമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇത് രാജ്യത്തെ 10 കോടി ആദിവാസി സഹോദരി സഹോദരന്മാർക്ക് അപമാനമാണ്. ഇത് രാജ്യത്തെ എല്ലാ പാവപ്പെട്ടവർക്കും അപമാനമാണെന്ന് മോദി ചൂണ്ടിക്കാട്ടി. അതേസമയം ബജറ്റിന് മുന്നോടിയായി സഭയെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരെ സോണിയാഗാന്ധി നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത്. പാവം രാഷ്ട്രപതി വായിച്ചു തളർന്നുവെന്നായിരുന്നു സോണിയ പറഞ്ഞത്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെ വിരസമെന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ BJP കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നു. രാഷ്ട്രപതി ഭവനം വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ ചില പ്രമുഖ നേതാക്കൾ നടത്തിയ അഭിപ്രായങ്ങൾ മോശവും ദൗർഭാഗ്യകരവും പൂർണ്ണമായും ഒഴിവാക്കാനാവാത്തതുമാണ്. ഇത് ഉയർന്ന പദവിയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതാണെന്നും രാഷ്ട്രപതി ഭവൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. കൂടാതെ ഇന്നലെ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ രാഷ്ട്രപതി ഭവൻ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. രാഷ്ട്രപതി ഭവന്റെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ് സോണിയിൽ നിന്നുണ്ടായതെന്ന് രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അഭിസംബോധനയിൽ നിറയെ വ്യാജ വാഗ്ദാനങ്ങളാണെന്നും വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും പാവം തളർന്നു പോയെന്നുമായിരുന്നു സോണിയയുടെ മറുപടി. രാഷ്ട്രപതിയുടെ പദവിയെ ബഹുമാനിക്കാത്ത തരത്തിലായിരുന്നു സോണിയയുടെ പ്രകടനം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.